നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തവർക്ക് ആദരം. അണവായുധ ഭീഷണി മുഴക്കി വിരട്ടേണ്ട എന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി. സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പാക്കും. യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ തൊഴിൽ പദ്ധതി. വികസിത ഭാരതം 2047 യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി. एक राष्ट्र के लिए आत्मसम्मान की सबसे बड़ी कसौटी आज भी उसकी आत्मनिर्भरता है. പ്രതിരോധ ശക്തിയുടെ ആധാരം സ്വയം പര്യാപ്തതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്നും ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ട എന്നും മോദി. രാജ്യത്തിന് സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ നിർമ്മിത സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ വർഷം വിപണിയിലെത്തും. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയെന്ന MR അജിത് കുമാർ. എതിർപ്പിന് കാരണം PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തത്. മൊഴിപ്പകർപ്പ് അമൃത ന്യൂസിന്. അൻവറിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്ന് അജിത് കുമാർ. കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച അൻവർ. കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ചു മരിച്ച 9 വയസ്സുകാരി അനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. അനയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർ ചികിത്സയിൽ. ആലപ്പുഴയിൽ ട്രെയിനിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിലെ ശുചിമുറിയിൽ. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം പൂർത്തിയാകും. ഫലപ്രഖ്യാപനം വൈകിട്ടോടെ. മികച്ച നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമെന്ന് മോഹൻലാൽ. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ മിന്നൽ പ്രളയത്തിൽ മരണം 45ആയി. മരിച്ചവരിൽ 2 CRPF ജവാന്മാരും. 200ഓളം പേരെ കാണാതായി. 167 പേരെ രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിനു വെല്ലുവിളി. ാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്നും 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പിലാക്കും. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജ്യത്തിന് സ്വന്തമായി സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച ശേഷം ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പതാക ഉയർത്തി. തുടർന്ന് 104 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ രാജ്യം ഇതുവരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരതാണ് രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിന് കരുത്തു പകരുന്നത്. സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയാൽ 2047 വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഇടം പിടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ GST പരിഷ്കരണം നടപ്പിലാക്കും. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे. सामान्य मानवी की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. യുവാക്കൾക്കൊപ്പം സർക്കാരും താനും ഉണ്ടാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് വേണ്ടി സൃഷ്ടിക്കുമെന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे टैलेंटेड यूथ को, मेरे इंजीनियर्स को और प्रोफेशनल्स को और सरकार के हर विभागों को भी मेरा आह्वान है क्या हमारा अपना मेड इन इंडिया फाइटर जेट्स के लिए जेट इंजन हमारा होना चाहिए कि नहीं होना चाहिए. സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോൾ ഡോളറിന്റെയും പൗണ്ടിന്റെയും പിന്നാലെ പോകേണ്ടി വരില്ല. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വന്തം പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിൽ എത്തിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ 5000-ഓളം വിശിഷ്ട വ്യക്തികളാണ് ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായത്. പാരാ ഒളിമ്പിക്സിൽ മെഡൽ നേടിയവരെയും ഖേലോ ഇന്ത്യ ഗെയിംസിൽ വിജയികളായവരെയും അഭിനന്ദിച്ചു. വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രകടനം ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആണവായുധം കാട്ടി വിരട്ടേണ്ട എന്ന് മോദി പറഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പിൻവലിക്കില്ല എന്നും രക്തവും ജലവും ഒന്നിച്ചൊഴുകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ ധീര ജവാന്മാരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ് പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയത്. മതം ചോദിച്ചാണ് സഞ്ചാരികളുടെ ജീവനെടുത്തത്. അതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സൈന്യം നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ സൈനികർക്ക് പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. ऑपरेशन सिंदूर के वीर जाबाजों को सैल्यूट करने का अवसर मिला है. हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है. ഭീകരവാദികൾക്ക് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത്. ആണവായുധം കാട്ടി രാജ്യത്തെ ഭയപ്പെടുത്തേണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वो मानवता के समान दुश्मन है, उनके बीच कोई फर्क नहीं है. अब भारत ने तय कर लिया है कि न्यूक्लियर की धमकियों को अब हम सहने वाले नहीं हैं. न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब वो ब्लैकमेल नहीं सहा जाएगा. രാജ്യത്തിനെതിരെ ഭീഷണി ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. കർഷകരാണ് ജലത്തിന്റെ മുഴുവൻ അധികാരികൾ. അവരെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് ഇത്തരം തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി പുനരാലോചനയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे देश के किसानों का अकल्पनीय नुकसान किया है. अब हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है, हिंदुस्तान के किसानों का है. സ്വയം പര്യാപ്തത കൊണ്ടാണ് പാകിസ്ഥാന് മേൽ രാജ്യം വിജയം നേടിയത്. ആണവായുധ മേഖലയിലടക്കം ശക്തി വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ ജനാധിപത്യം ധ്വംസിക്കപ്പെടരുത് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ ശക്തികൾ ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. അതിനെ ഒറ്റ മനസ്സോടെ ചേർത്ത് തോൽപ്പിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. ജാതിയും മതവും പറഞ്ഞ വർഗീയ ശക്തികൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ ഒറ്റ മനസ്സോടെ ചെറുക്കാൻ കഴിയണം. ഭരണഘടനയിലെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം എന്നിവ നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണെന്നും ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളാണ് നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ്, ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല. ജനങ്ങളുടെ ക്ഷേമവും വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിച്ചു. 28 സേനാ വിഭാഗങ്ങളും NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്ലാറ്റൂണുകളും പരേഡിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജയേഷ് വി നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകളും വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു.
തലസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങളും ചടങ്ങിൽ ആലപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ പങ്കെടുത്ത പരേഡുകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ ഇടപെടലുകളിലൂടെയും ഭരണഘടനാ മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് മൈതാനിയിൽ മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. നമ്മെ ബന്ധിപ്പിക്കുന്നതും ഒന്നിച്ചു നിർത്തുന്നതും നമ്മുടെ ഭരണഘടനയാണെന്നും കേരള സംസ്ഥാനം അസമത്വത്തിനെതിരെയും അനീതിക്കെതിരെയുമാണ് പടപൊരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാനാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. കോട്ടയത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തി. പോലീസ് ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ച മന്ത്രി പരേഡിലെ മികച്ച പ്ലാറ്റൂണുകൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ മൈതാനത്ത് മന്ത്രി പി രാജീവ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ് പതാക ഉയർത്തിയത്. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു പരിപാടികൾ. പാലക്കാട് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി MB രാജേഷ് പതാക ഉയർത്തി. മലപ്പുറം MSP മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ റവന്യൂ മന്ത്രി K രാജനാണ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. വിവിധ സേനാ വിഭാഗങ്ങളും NCC സ്കൗട്ട് പ്ലാറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. കോഴിക്കോട് വിക്രം മൈതാനത്ത് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകതകളിലേക്ക് ചുരുക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പതാക ഉയർത്തിയത്. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് സത്യനാരായണ ബിളേരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. അയുധ ഇടുക്കി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ ധീര സൈനികർക്ക് ആദരവർപ്പിക്കുന്ന ജനനി ജന്മഭൂമി ചടങ്ങ് നടത്തി. കട്ടപ്പന APJ ട്രെയിനിംഗ് സെന്റർ ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി അധ്യക്ഷനായിരുന്നു. മാതാമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുധ് അണിയിച്ചൊരുക്കിയ ദേശഭക്തി ഗാനം ജനനി ജന്മഭൂമി ശ്രദ്ധേയമാകുന്നു. അമൃത ടെക്നോളജീസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാറാണ് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. जननी कर्मभूमि जननी धर्मभूमि जननी ज्ञानभूमि जननी जन्मभूमि जननी कर्मभूमि जननी धर्मभूमि जननी ज्ञानभूमि जननी जन्मभूमि യുവസുധർണങ്ങൾക്കഭിമാനം നിൻമഹിത ജയോജ്വല ചരിതം ഋഷിമുനിദത്തം സകലഹിതാർത്ഥം നിരുപമ സംസ്കാരം തലമുറകൾക്കായി പകർന്നിടാനീ സനാതനം ധർമ്മം പലവൊരു പാടാം വിശ്വം മുഴുവൻ തവ മഹിമകൾ ഞങ്ങൾ എന്നും തവ മഹിമകൾ ഞങ്ങൾ कर्मभूमि जननी धर्मभूमि जननी ज्ञानभूमि जननी जन्मभूमि മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന വിഭാഗമായ അമൃത യുവധർമ്മധാരയുടെ കേരള ചാപ്റ്റർ ഈ ഭാരതത്തിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷം എങ്ങനെ ആഘോഷിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അതിന് ചില പരിപാടികൾ എല്ലാ കേരളത്തിലുടനീളം ആശ്രമശാഖകളിൽ അത് ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു. അയുദ്ധിൻ്റെ ചാപ്റ്റർ അയുദ്ധ എന്നാണ് പറയുന്നത്, യുവധർമ്മധാരയുടെ ഷോർട്ട് ഫോം അയുദ്ധിൻ്റെ ശാഖകളിൽ ആഘോഷിക്കാൻ നിശ്ചയിച്ചപ്പോൾ ജനനി ജന്മഭൂമി എന്ന ഒരു തീം എടുത്തുകൊണ്ട് അത് ആഘോഷിക്കാനാണ് നിശ്ചയിച്ചത്. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഭാരതത്തിൻ്റെ മഹത്വം മറ്റ് രാഷ്ട്രങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം, സനാതന ധർമ്മത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ച്
ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂരെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ ഭാരതം നേരിടുന്ന ഒരുപാട് വൈദേശിക അക്രമങ്ങൾ, തീവ്രവാദത്തിന് ഇതിനെതിരെ നമ്മുടെ ചുണക്കുട്ടികളായിട്ടുള്ള പട്ടാളക്കാർ, CRPF മറ്റ് ആർമി, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, പട്ടാളം ഇതിന് ചെയ്ത ആ ത്യാഗം, ശക്തമായി തിരിച്ചടിച്ചത്, ശക്തമായി പ്രതിരോധിച്ചത്, വിജയിച്ചത്, അതുകൂടി ഇതിലൊരു ഘടകം വരണം എന്നുള്ള തരത്തിലാണ് ആഘോഷം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു തീം സോങ് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ സോങ്, ഈ ഗാനം എഴുതിയത്. ജനനി ജന്മഭൂമി എന്ന് തുടങ്ങുന്ന ആ ജനനി കർമ്മഭൂമി, ധർമ്മഭൂമി, പിന്നെ ജ്ഞാനഭൂമി, ജനനി ജന്മഭൂമി, ഭാരതത്തിൻ്റെ മഹത്തായ മഹത്വം അവിടെ കാണിക്കുന്ന പോലെ. MR അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിപ്പകർപ്പ് അമൃത ന്യൂസിന് ലഭിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയെന്ന MR അജിത് കുമാർ. ആരോപണത്തിന് കാരണം PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതെന്നും അൻവറിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമെന്നും മൊഴി. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, തനിക്കെതിരായ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുകയാണ് അജിത് കുമാർ മൊഴിയിൽ. ഈ മൊഴിപ്പകർപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജിലൻസ് നൽകിയ മൊഴിയിലാണ് MR അജിത് കുമാർ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം 2 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PV അൻവറാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നാണ് പറയുന്നത്. അതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടന്നത് പോലീസിനുള്ളിൽ നിന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തനിക്കെതിരെയുള്ള വ്യാജ രേഖകളൊക്കെയും നിർമ്മിച്ചു നൽകിയത് പോലീസിനുള്ളിൽ നിന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ PV അൻവറിന് മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവയ്ക്കൊക്കെയും സർക്കാർ തലത്തിൽ തന്നെ അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. എന്നാൽ പിന്നീട് ഉദ്യോഗസ്ഥരൊന്നും ഇതിന് തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന തനിക്കെതിരെ ആരോപണങ്ങളുമായി PV അൻവർ രംഗത്തേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഫ്ളാറ്റ് നിർമ്മാണത്തിലധികം തനിക്ക് യാതൊരു തരത്തിലുള്ള ലാഭവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഫ്ളാറ്റിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് യാതൊരു തരത്തിലുള്ള ലാഭവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം പ്രധാനമായി ആരോപിക്കുന്നത് തൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വലിയ ബംഗ്ലാവ് വെക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അത് ഭാര്യയുടെ പിതാവ് നൽകിയ ഭൂമിയിലാണ് നിർമ്മാണം നടത്തുന്നത്. ഒപ്പം തന്നെ ഭാര്യ പിതാവാണ് ഭാര്യയ്ക്ക് മകൾക്ക് ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ചു നൽകുന്നത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് ഇത് ലഭിച്ച സമയത്ത് തന്നെ സർക്കാരിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്ന കാര്യവും അദ്ദേഹം പറയുന്നു. ഒപ്പം PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സർക്കാർ തലത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, MR അജിത് കുമാർ വിജിലൻസ് നൽകിയ മൊഴിപ്പകർപ്പിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രജിത് കുമാർ. അജിത് കുമാർ തന്നെ വന്ന് കണ്ടിരുന്നു എന്ന് സ്ഥിരീകരിച്ച PV അൻവർ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് അജിത് കുമാർ കാണാൻ വിളിച്ചത്. കൂടിക്കാഴ്ച നടത്തിയത് വിശദമായ പരാതിക്ക് മുൻപെന്നും PV അൻവർ പ്രതികരിച്ചു. PV അൻവർ വഴിവിട്ട് എന്താണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം പറയട്ടെ. അതിന് ഉപോത്ബലകമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഇപ്പോഴാണോ ഈ മൊഴി കൊടുക്കുമ്പോഴാണ് അത് പറയേണ്ടത്? അന്ന് പറയേണ്ടത് അദ്ദേഹം. ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വിഷയത്തിൽ മാത്രമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൊടുത്ത പരാതികളിൽ പല ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അമ്മ സംഘടനയുടെ നേതൃസ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 296 പേർ വോട്ട് ചെയ്തു. 2 മണി മുതൽ വോട്ടെണ്ണൽ നടക്കും. 4-ന് ഫലപ്രഖ്യാപനം നടക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അംഗങ്ങൾ എല്ലാവരും ചേർന്ന് മികച്ച നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. അത് എന്താണ് നമ്മുടെ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന ആണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. കിരൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, വിവാദങ്ങളും ആരോപണങ്ങളും നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫലപ്രഖ്യാപനമാണ്. അതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. തലപ്പത്ത് ആരും എത്തും എന്നുള്ളത് വൈകിട്ടോടുകൂടി അറിയാൻ സാധിക്കും. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഏറെ കാത്തിരുന്ന അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. 298 പേരാണ്
ഈ വോട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് വോട്ട് ചെയ്തത് ഗിന്നസ് പക്രുവാണ് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ഏതായാലും ജഗദീഷ് അടക്കമുള്ള ആളുകൾ മനസ്സിലായിരിക്കുന്നത്. ഏതായാലും വലിയൊരു വോട്ടെടുപ്പ് തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഏവരും ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അമ്മയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നിരുന്നത്. ആ വോട്ടെടുപ്പ് പ്രക്രിയയെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 10 മുതൽ ആരംഭിച്ച നടപടി 1 മണി വരെ നീണ്ടു. ഇനി 2 മണി മുതൽ തന്നെ ഈ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും. 4 മണിയോടുകൂടി തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി അമ്മയെ ആര് നയിക്കും എന്നുള്ളൊരു കാര്യമാണ് കാത്തിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അമ്മയെ ഇനി നയിക്കാനായിട്ട് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു ആകാംക്ഷയിലാണ്. ഇനി ആ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ദേവനും ഒപ്പം തന്നെ ശ്വേതാ മേനോനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. എമ്മയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. നേരത്തെ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായിരുന്നു. മോഹൻലാൽ പറഞ്ഞൊരു കാര്യം, ഇനി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭരണസമിതിക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാവരെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്നുള്ളൊരു ആശംസയാണ് അദ്ദേഹം അർപ്പിച്ചത്. അദ്ദേഹം നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ ആ ഭരണസമിതിക്ക് അത് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വിവാദങ്ങളെ തുടർന്നായിരുന്നു കഴിഞ്ഞ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഏകദേശം മാസങ്ങൾ നീണ്ട ഒരു അനിശ്ചിതത്വം, ആ അനിശ്ചിതത്വമെല്ലാം തന്നെ നീക്കിക്കൊണ്ട് ഇപ്പോൾ പുതിയൊരു ഭരണസമിതിയെ സംബന്ധിച്ച് ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ഏതായാലും തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അമ്മയെ ഇനി ആര് നയിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുന്നതായിരിക്കും. ശ്രീജ. ജമ്മു കശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയർന്നു. ഇതുവരെ 46 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 2 CASF ജവാന്മാരുമുണ്ട്. 100-ലധികം പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എത്ര പേരെ കാണാതായി എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല. 1000-ലധികം ആളുകൾ അപകട സമയത്ത് കിഷ്ത്വർ പ്രദേശത്തുണ്ടായിരുന്നതായി BJP MLA പറഞ്ഞു. കാളിമാതാ ക്ഷേത്രത്തിലേക്ക് പോകാനായി എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി സംസാരിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ചു മരിച്ച 9 വയസ്സുകാരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. കോരങ്ങാട് ആനപ്പാറ പൊയിൽ സനൂപിന്റെ മകൾ അനയ കടുത്ത പനിബാധയെ തുടർന്ന് ഇന്നലെയാണ് മരിച്ചത്. പനി ബാധിച്ച് ആദ്യം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്ന് വീട്ടിലെ മറ്റ് 2 കുട്ടികളെയും അടിയന്തര ചികിത്സയ്ക്കായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ധൻബാദ് ആലപ്പുഴ ട്രെയിനിന്റെ ശുചിമുറിയിൽ പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. ഇന്നലെ രാത്രിയാണ് ട്രെയിൻ ധൻബാദിൽ നിന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. RPF നടത്തിയ പരിശോധനയിലാണ് S3 കോച്ചിലെ ശുചിമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇറക്കിയ പോസ്റ്ററിനെ ചൊല്ലി വിവാദം. ഗാന്ധിജിക്ക് മുകളിലായി സവർക്കറുടെ ചിത്രം വെച്ചതാണ് വിമർശനങ്ങൾക്ക് കാരണം. രാജ്യത്തെ സ്വതന്ത്ര സമര സേനാനികളെ അപമാനിക്കുന്നതാണ് ഇത്തരം നീക്കമെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. കൊല്ലം മടത്തറയിൽ ബൈക്കിന് കുറുകെ കാട്ടുപന്നി ചാടി. കാട്ടുപന്നി ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. തിരുവനന്തപുരം തിരുമല സ്വദേശി ആദർശാണ് മരിച്ചത്. ആദർശ് സഞ്ചരിച്ച ബൈക്കിന് കുറുകെ പന്നി ചാടുകയായിരുന്നു. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 2 മരണം. ഓട്ടോറിക്ഷയും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ ആയൂർ സ്വദേശി സുൽഫിക്കർ, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത രതി എന്നിവരാണ് മരിച്ചത്. രതിയുടെ ഭർത്താവ് സുനിലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആയൂർ അഗമൺ സ്വദേശികളാണ് ദമ്പതികൾ. ഇവർ കൊട്ടാരക്കര ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് നിഗമനം. AFC ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറും FC ഗോവയും ഒരേ ഗ്രൂപ്പിൽ മത്സരിക്കും. നറുക്കെടുപ്പിലൂടെയാണ് ടീമുകളുടെ ഗ്രൂപ്പ് തീരുമാനിച്ചത്. റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഇന്ത്യയിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് പിന്നാലെയാണ് FC ഗോവയും AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് തല മത്സരങ്ങൾക്ക് യോഗ്യത നേടുന്നത്.
ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.